ഹായ് മക്കളെ, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ് LCM ആൻഡ് HCF. ഇത് നമ്മൾ ചെറുപ്പത്തൊട്ടിട്ടേ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആണ് വരിക. അപ്പോൾ സിമ്പിളായിട്ട് LCM HCF കാണാൻ ചോദിക്കുന്നതിനെക്കാട്ട് കൂടുതൽ ഇത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതിൽ പല മെത്തേഡിലാണിത് ചോദിക്കാം. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇന്ന് 5 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൊല്യൂഷനും പറഞ്ഞു തരാം. അത് മുഴുവൻ 2016, 22 ഇതുപോലുള്ള സമയങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കണ്ടത്. ഫസ്റ്റ് നമുക്ക് LCM എന്താണ്, HCF എന്താണ്, 2 മെത്തേഡിൽ ചെയ്യാൻ പഠിക്കാം. അതായത് 2 നമ്പർ ഞാൻ എടുക്കുകയാണ്, LCM ആൻഡ് HCF ഓഫ് 120 ആൻഡ് 144. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. 120 ആൻഡ് 144ൻ്റെ LCM. ആദ്യം നമ്മൾ ബേസിക്കായിട്ട് പഠിച്ചൊരു മെത്തേഡ് ഉണ്ട്, 2 കൂടി ഒരുമിച്ച് എഴുതിയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് 2 നമുക്ക് 2ൽ പോകുമെന്നറിയാം. ഈ ലാസ്റ്റ് നമ്പർ വരുന്നത് ഈവൻ നമ്പർ ആണെങ്കിൽ അത് 2ൽ പോവും. ഇനി 2ൽ പോവാത്ത നമ്പറാണ്, ഈവൻ നമ്പർ അല്ല ഓഡ് നമ്പറാണ് വന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ നമ്പർ മൊത്തം എത്ര നമ്പർ ഉണ്ടെന്ന് വെച്ചാൽ ആ നമ്പർ കൂട്ടി നോക്കിയിട്ട് 3ൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് 3ൻ്റെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കാം, നമ്മൾ ഫാക്ടറായിട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ 2ൽ പോകുന്നതുകൊണ്ട് നമുക്ക് 2ൽ തന്നെ പോവും. 2ൽ 12 ആണ്, 60, 70, 14 ആകുമ്പോൾ 72. അറിയില്ലേ, ഇത് ചെയ്യാൻ അറിയില്ലേ? 2 ആണ്, ഇത് 30 ആണ്, ഇവിടെ 2, 6, 26. ഇനി 2, 1, 15, 1, 16, 8. ഓക്കെ, ഇത് 2 പോകുന്നത് ഏതിലാണ്? ഇനി ഇത് 2 3ൽ പോകും അല്ലേ, 5. അതേപോലെ ഇത് 6ലും പോകും. HCF ആണെങ്കിൽ എന്താ ചെയ്യുക, LCM ആണെങ്കിൽ എന്താ ചെയ്യുക നോക്കാം. HCFൽ എന്താണ്, കോമൺ ഫാക്ടറാണ് നോക്കുക. ഇതിൽ മൊത്തം കോമൺ ആയിട്ട് വരുന്നത് എന്താണ്, 2 ഉണ്ട്, 3 2 ഉണ്ട്, 2 ക്യൂബ് ഉണ്ട്, ഒരു 3 ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ക്യൂബ് ഇൻറ്റു 3, that is equal to 8 into 3 is equal to 24 is the HCF എന്ന് എഴുതാം അല്ലേ. ഇനി LCM എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാം കൂടെ ഇൻറ്റു ചെയ്യണം. അതായത് 2 ക്യൂബ്, ഇപ്പോൾ നമുക്കിവിടെ പറഞ്ഞു 28 into 3, അതായത് 24 into 5 into 6, that is equal to 24 into 5, 6, 30, which is somewhere equal to 720 ആൻസർ വരും. ഓക്കെ, ഇതാണ് HCFും LCM കാണാനുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡ്. പക്ഷെ നമുക്ക് വേറൊരു മെത്തേഡ് കൂടി ഉണ്ട്, നോക്കാം. സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. അതായത് 120, 144. ഫസ്റ്റ് 120 എടുത്ത് ഇതേപോലെ തന്നെ ചെയ്യാം. 2, 60, 2, 30, 2, 15, ഇത് 3, 5. ഓക്കെ, നമുക്ക് എന്നിട്ട് എന്ത് ചെയ്യാം, 120 is equal to 2 ക്യൂബ് ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് എഴുതാം. അതേമാതിരി 144 ഇതേപോലെ തന്നെ എഴുതാം. 2, 72, 2, 26, 2, 18. അതാവുമ്പം എത്ര വരിക, 9, 2 തന്നെ, ഇവിടെയല്ല 2, 9, ഇത് 3, 3. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 144 equal to 2 raised to 4 into 3 into 3, അല്ലെങ്കിൽ 3 സ്ക്വയർ. ഓക്കെ, അതാണെങ്കിൽ 2 raised to 4 into 3 സ്ക്വയർ, ഇങ്ങനെ എഴുതാൻ പറ്റും. ചെയ്യാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ അകത്ത് HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 2 ക്യൂബും 2, 3യും 3, ഇതാണ് കോമൺ വരുന്നത്. ഈ കോമൺ വരുന്നതിൽ ലോവസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്, അതായത് റേസ് ടു 4 ആണ്, റേസ് ടു 3 ആണ്. ഇതിൽ ഏറ്റവും ചെറുത് ഏതാണ്, അതാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പം 2 ക്യൂബാണ് ഇതിൽ ചെറുത് വരുന്നത്. അപ്പം നമുക്ക് 2 ക്യൂബ് എഴുതാം. ഇനി അടുത്തത് 3 സ്ക്വയറും 3യും, അതിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ഡിഗ്രി ഏതാണ്, 1, അതായത് 3 ആണ്. ദാറ്റ് ഇസ് ഇക്വൽ ടു 8 into 3 is equal to 24 is the HCF. ഓക്കെ, ഇനി LCM നമ്മളെങ്ങനെയാണ് കാണുക, LCM കാണുക ഇതേ മെത്തേഡ് തന്നെ.
എല്ലാം എഴുതണം. അതിൻ്റെ അകത്ത് ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി വരുന്നതാണ് എഴുതുക. ദാറ്റ് ഈസ് 2 × 3 × 5. ഓക്കെ, എല്ലാം വന്നു. എല്ലാ വേരിയബിളും നമ്മൾ എടുത്തിട്ട് എഴുതിയിട്ടുണ്ട്. 2, 3, 5 എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഹയസ്റ്റ് ഡിഗ്രി വരുന്നതാണ് എഴുതുക. അതായത് 2⁴ എഴുതി. പിന്നെയോ 3⁴2 ഉണ്ട്, 3 ഉണ്ട്. അപ്പം അതിൽ 2 എഴുതി. 5 പിന്നെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ എഴുതി. വിച്ച് വിൽ അഗെയിൻ വിൽ ബി ഈക്വൽ ടു 720. ഈ ഒരു സാധനം ഇങ്ങനെ പഠിക്കാൻ എന്തിനാണ് പറഞ്ഞതെന്നറിയോ? ഒരു ക്വസ്റ്റ്യൻ വരാനുണ്ട്. അതായത് 2 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ക്വസ്റ്റ്യൻ ആണിത്. പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് A and B. ഓക്കെ, അത് എങ്ങനെ ക്യാൻ ബി റിട്ടൺ ആസ് A is equal to x³ y² and B is equal to xy³. ഓക്കെ, ഇതൊരു എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. എക്സ് ആൻഡ് വൈ ആർ പ്രൈം നമ്പേഴ്സ്. എന്തിനാ ഇങ്ങനെ പറയുന്നതെന്നറിയോ? എന്തിനാണ് പ്രൈം നമ്പേഴ്സ് ആണെന്ന് പറയുന്നത്? നോക്കൂ, നമ്മളിവിടെ ചെയ്ത 2 പ്രോബ്ലംസ് കണ്ടോ? ഇതിൻ്റെ അകത്ത് 2 ഒരു പ്രൈം നമ്പറാണ്, 3 ഒരു പ്രൈം നമ്പറാണ്, 5 ഒരു പ്രൈം നമ്പറാണ്. നമുക്ക് ലാസ്റ്റ് കിട്ടിയത് മൊത്തം പ്രൈം നമ്പേഴ്സാണ്. അതാണ് നമ്മളിവിടെ പ്രൈം നമ്പേഴ്സ്. ഇതിൻ്റെ ഫാക്ടേഴ്സായിട്ട് ഫാക്ടറൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് മൊത്തം പ്രൈം നമ്പറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈം നമ്പേഴ്സ് എഴുതി. ദെൻ LCM ഓഫ് A and B. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പം നമുക്ക് ഇതേമാതിരി നമുക്ക് ഇതിന് A എന്ന് പറഞ്ഞ് എഴുതാം. x³ y² B is equal to xy³. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്? ഇത് നമുക്ക് LCM കാണാൻ പറയുന്ന സമയത്ത് ഞാൻ എന്താ പറഞ്ഞത്? എല്ലാ വേരിയബിൾസും എഴുതണം. ഓക്കെ, ഇതിൻ്റെ LCM കാണാനേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ വേരിയബിൾസ് പറഞ്ഞാൽ എക്സും വൈയും എഴുതി. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി വരുന്നത് ഏതാ? അതിങ്ങോട്ടേക്ക് തിരിച്ചെഴുതണം. അതായത് 3 ആണ് ഇവിടെ ഹയസ്റ്റ് എക്സിന്. അപ്പം 3. വൈൻ്റെ ഹയസ്റ്റ് ഡിഗ്രി ഈസ് y³. ഇതാണ് ഇതിൻ്റെ LCM. അപ്പം നമുക്ക് നമ്പർ തരണം എന്നില്ല, വേരിയബിൾസ് തന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി HCF എന്താ വരിക? ഞാൻ എന്താ പറഞ്ഞത്? HCF എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ളത് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് XY, ഇതിലും XY 2 കോമൺ ആണ്. എന്നിട്ടോ ഏറ്റവും സ്മോളസ്റ്റ് ഡിഗ്രി, ഇതിലെന്താ വേണ്ടത്? ഹയസ്റ്റ് ഡിഗ്രിയാണ് എഴുതേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഹയസ്റ്റ് ഡിഗ്രി. ഇതിലെന്താ വേണ്ടത്? സ്മോളസ്റ്റ് ഡിഗ്രി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സ്മോളസ്റ്റ് ഡിഗ്രി ഏതാ നോക്കൂ? x³ എക്സും. സ്മോളസ്റ്റ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മുകളിൽ 1 ഉണ്ടെന്ന് അർത്ഥമാണ്. അപ്പം x³ എക്സിൽ 1 ആണ്. അപ്പം വെറും എക്സ് എഴുതിയാൽ മതി. y² ഉണ്ട്, ക്യൂബും ഉണ്ട്. ഏറ്റവും സ്മോളസ്റ്റ് ഏതാണ്? y². ഇതാണ് ഇതിൻ്റെ സ്മോളസ്റ്റ് HCF ആയിട്ട് വരുന്നത്. ഈ പ്രോബ്ലം മനസ്സിലായോ? ഇത് 2 തരത്തിൽ. ഇനി അടുത്ത പ്രോബ്ലം. ഇനി നമുക്കിതിൻ്റെ തേർഡ് പ്രോബ്ലം. ഓക്കെ, ഇതേപോലെ ഇപ്പം നമ്മൾ 2 പ്രോബ്ലം ചെയ്തു. ഇനി തേർഡ് പ്രോബ്ലം. ദ റേഷ്യോ ഓഫ് LCM ആൻഡ് HCF ഓഫ് a least composite and least prime number. ഓക്കെ, എങ്ങനെയാണ് ചെയ്യുക? LCM ഓഫ് എ ലീസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ സെക്ഷനിൽ. കോമ്പോസിറ്റ് നമ്പറിൻ്റെ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എ നമ്പർ വിച്ച് ഹാസ് മോർ ദാൻ 2 ഫാക്ടേഴ്സ്. അപ്പോൾ നമുക്കറിയാം 1 neither composite nor prime, 2 is the smallest prime number, 3 is again prime number, and 4 is the least composite number, and least prime number is 2. ഓക്കെ, ഇതാണ് ലീസ്റ്റ് കോമ്പോസിറ്റ് ആണ് ആദ്യം ചോദിച്ചത്. രണ്ടാമത് ചോദിച്ചതാണ് ലീസ്റ്റ് പ്രൈം നമ്പർ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ തന്നെ എഴുതാം, 4. അതേപോലെ ലീസ്റ്റ് പ്രൈം നമ്പർ 2 എഴുതി കഴിഞ്ഞാൽ 2 ആണ് 1 അല്ലേ? ഇങ്ങനെയാണ് വരിക. ഇതിങ്ങനെയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് 2 സെപ്പറേറ്റ് ആയത് ചെയ്താലും ഇങ്ങനെ തന്നെയാണ് വരിക. 2 2 1. ഇവിടെ 2 ആണ് 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ 4 = 2² × 1. അത് എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. 2 എന്ന് പറഞ്ഞാൽ 2 × 1.
ഓക്കെ, ഇതിൻ്റെ LCM എന്താ വരിക? LCMത്തിൽ ഞാൻ എന്താ പറഞ്ഞത്? LCMത്തിൻ്റെ അകത്ത് എല്ലാ വേരിയബിൾസും എഴുതണം. അതായത് 2ഉം 1ഉം എഴുതണമെന്നില്ല, 1 എന്നാലും എഴുതി. അതിൻ്റെ അകത്ത് ഹയസ്റ്റ് ഡിഗ്രി വരുന്നത് 2 സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് ഇക്വൽ ടു 4 ആണ് വരിക. HCF എന്ന് പറഞ്ഞാൽ എന്താ വരിക? എഗെയിൻ 2ഉം 1ഉം ആണ് വരിക. അതിൻ്റെ അകത്ത് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള ഡിഗ്രി വരുന്നത് 2ഉം 1ഉം തന്നെയാണ്. അഗെയിൻ 2 ആണ് വരിക. അപ്പോൾ 4:2. ഇത് ഞാൻ ഇങ്ങനെ തന്നെ എഴുതാൻ കാരണം എന്താണെന്നറിയോ? ഇവിടെ റേഷ്യോ ചോദിച്ചത് ലീസ്റ്റ് കോമ്പോസിറ്റും ലീസ്റ്റ് പ്രൈം നമ്പറുമാണ്. റേഷ്യോ എഴുതുമ്പോൾ ലീസ്റ്റ് കോമ്പോസിറ്റും ലീസ്റ്റ് ഇതുമായിട്ട് തന്നെയാണ്, ലീസ്റ്റ് പ്രൈം നമ്പറിൻ്റെ തന്നെയാണ് എഴുതേണ്ടത്. ദാറ്റ് ഇസ് ഇക്വൽ ടു 2:1 ഇസ് ദ ആൻസർ. മനസ്സിലായോ? ഇത് വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇനി വേറൊരു ക്വസ്റ്റ്യനും കൂടി കാണിച്ചു തരാം. ഇതേ സാധനം തന്നെയാണ്. ഇഫ് HCF ഓഫ് 144 and 180 is expressed, okay, in form of 13m minus 3, find value of m. ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് വരാനുണ്ട്. ഇങ്ങനെ ഒരു നമ്പർ തന്നിട്ട് ഫൈൻഡ് ദ വാല്യൂ എന്ന് പറഞ്ഞ് തരുമ്പോൾ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ നമ്പറിൻ്റെ എന്താണോ കാണാൻ പറഞ്ഞത് അത് കാണാം. ഇവിടെ HCF ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഈ രണ്ട് നമ്പറിൻ്റെ HCF നമുക്ക് കാണണം. ഓക്കെ, 144ൻ്റെ HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ നമുക്ക് കണ്ടു നോക്കാം. 72, 2, 3, 6, 2, 1, 8, 2, 9, 3, 3. Okay, same way 180, 2, 90, 2, 4, 10, 5 plus 4, 9 ആണ്. അപ്പം നമുക്ക് 3ൽ പോവും, 1, 15, എഗെയിൻ 3ൽ പോവും, 5. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്? 144 is equal to 2 raised to 4 into 3 square. അതേപോലെ 180 is equal to 2 square into 3 square into 5. ഓക്കെ, ഇങ്ങനെ എഴുതി കഴിയും അല്ലേ? നമുക്കിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. അതിൻ്റെ മുമ്പേ നമ്മളോട് എന്താണ് ചോദിച്ചത്? ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് 13m minus 3. HCF ആണ് ഇവിടെ ചോദിച്ചത്. HCF is equal to what? HCF എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള കോമൺ മാത്രം എഴുതുക, എന്നിട്ട് അതിൻ്റെ അകത്ത് ലീസ്റ്റ് എഴുതുക. ഓക്കെ, ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് 2 and 3 ആണ്. 2 into 3. അതിൻ്റെ ലീസ്റ്റ് എന്താ വരുന്നത്? ഇവിടെ 2 ആണ്. ഇവിടെ രണ്ടും സെയിം ആണ്. സോ സെയിം 2 square into 3 square. That is equal to 4 into 9. What is 4 into 9? That is 36. നമുക്കപ്പോൾ എന്ത് ചെയ്യാം? 36 is formed, expressed in the form of 13 minus 3. That is equal to 36 is equal to 13m minus 3. നമുക്ക് എങ്ങനെ എഴുതാം? 13m minus 3 is equal to 36 അല്ലേ? ഇത് നമുക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. ദാറ്റ് ഈസ് 13m is equal to 36 minus 3 plus 3 ആയി അല്ലേ? അപ്പം 13m is equal to 37, 38, 39 അല്ലേ? 39 ആയി. m is equal to 39 divided by 3, 13 അല്ലേ? ഇങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ വരിക. അഗെയിൻ ഇത് പോകുമോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 39 by 13. അപ്പം ഇത് 3 times ആണ് 39ൽ പോവുക. സോ m is equal to 3. ഓക്കെ, ഇത്രയും പ്രോബ്ലംസ് മനസ്സിലായോ? നമ്മൾ ഒരു HCFും LCMും ആണ് നമ്മളിവിടെ കണ്ടത്. അത് വെച്ചിട്ട് നമ്മൾ ചെയ്ത ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആണ്. ഇനിയും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളുടെ ഇപ്പം നമ്മൾ ഇത് പറഞ്ഞല്ലോ, LCM ആൻഡ് HCF ഓഫ് കോമ്പോസിറ്റ് നമ്പർ. അതേപോലെ പോസിറ്റീവ് ആയിട്ടുള്ള കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ചോദിക്കും. എങ്ങനെയാണ് ചോദിക്കുക? പോസിറ്റീവ്, വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ടു പോസിറ്റീവ് കോൺസിക്യൂട്ടീവ് നമ്പർ. കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏത് നമ്പർ വേണമെങ്കിലും എടുക്കാം. കോൺസിക്യൂട്ടീവ് പോസിറ്റീവ് നമ്പറാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് പോസിറ്റീവ് നമ്പർ അറിയാം. നമ്പർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ 0ൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് മുഴുവൻ നെഗറ്റീവ് ആയിരിക്കും, റൈറ്റ് സൈഡിൽ വരുന്നത് മുഴുവൻ പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് നമുക്ക് 2 നമ്പർ എടുക്കാം. നമുക്ക് 4 and 5 എടുക്കാം. ഓക്കെ, എഗെയിൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്താ വരിക? LCM അല്ല HCF ആണ് വരിക. LCM HCF എന്ത് വേണമെങ്കിൽ നമുക്ക് LCM നോക്കാം. അപ്പോൾ LCM നോക്കുന്ന സമയം 2, 2,
ഇൻറ്റു 1. അപ്പോൾ 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ഇൻറ്റു 1 ആണ്. 5 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ് വരുന്നത് അല്ലേ. 5 ഇസ് ഈക്വൽ ടു 5. ഇതിൻ്റെ LCM എന്താ വരിക മക്കളെ? LCM എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ എല്ലാ വേരിയബിൾസിനെയും നമ്മൾ എടുത്തു. അതായത് 2 ഇൻറ്റു 5. അതിൻ്റെ അകത്ത് ഹയസ്റ്റ് ഡിഗ്രി വരുന്നത് 2 സ്ക്വയർ ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 20. പക്ഷേങ്കിലും നമുക്ക് HCF എന്ന് പറയുന്ന സാധനമാണ് നമ്മളോട് ചോദിക്കുക. ഈ LCM നമ്മളോട് അങ്ങനെ ചോദിക്കില്ല. HCF എന്താണ്? ഓൾവേസ് ഒന്നും വരുന്നില്ല, ഇൻറ്റു 1 ആണ് വരിക. ഈ 1 മാത്രമേ കോമൺ ഫാക്ടറായിട്ട് വരുന്നുള്ളൂ. സോ HCF ഇസ് 1. ഏത് കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള പോസിറ്റീവ് നമ്പറിൻ്റെ HCF കാണാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് 1. ഓക്കെ, ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. ഇനി ഇതേപോലെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.